തീർച്ചയായിട്ടും വളരെ ആശ്വാസകരമായ ഒരു വിധിയാണിത്. സന്തോഷകരം എന്ന് പറയാൻ സാധിക്കില്ല. ശ്രീ രഞ്ജിത്ത് ശ്രീനിവാസന്റെ മരണം കൊണ്ടുണ്ടായിട്ടുള്ള നഷ്ടമോ വേദനമയോ ഈ വിധി നികത്തുന്നില്ല. അത് ഈ കുടുംബത്തിന് നഷ്ടപ്പെട്ടതിനെ ഒന്നും മടക്കി കൊടുക്കുന്നില്ല. ആ അർത്ഥത്തിൽ അതിനെ നീതിയെ പുനഃസ്ഥാപിക്കുന്നില്ല. എന്നാൽ കുറ്റവാളികൾ ശരിയാവണ്ണം ശിക്ഷിക്കപ്പെടും എന്നൊരു കൃത്യമായിട്ടുള്ള സന്ദേശം പകരാൻ ഈ വിധിക്ക് സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു പഴുതടച്ചിട്ടുള്ള ഒരു വിചാരണ പൂർത്തിയാക്കി കൃത്യമായി കുറ്റം സ്ഥാപിച്ച് മുഴുവൻ പ്രതികളെയും ശിക്ഷിക്കുന്നതിനുതകുന്ന സാഹചര്യം സൃഷ്ടിച്ച ആദ്യത്തെ കാര്യം തന്നെ NR ജയരാജിന്റെ നേതൃത്വത്തിൽ, അന്നത്തെ ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിയായിരുന്ന NR ജയരാജിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘത്തെയും ആ കേസ് വളരെ കൃത്യമായി പ്രസന്റ് ചെയ്ത് ഏറ്റവും ശക്തമായി വാദങ്ങൾ അവതരിപ്പിച്ച് പ്രതികൾക്ക് പരമാവധി ശിക്ഷ മേടിച്ച് കൊടുക്കുന്നു എന്ന് ഉറപ്പുവരുത്തിയിട്ടുള്ള ശ്രീ പ്രതാപ് ജി പടിക്കലിന്റെ നേതൃത്വത്തിലുള്ള പ്രോസിക്യൂഷനെയും ആദ്യം തന്നെ അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രവർത്തനം വലിയ അഭിനന്ദനം അർഹിക്കുന്നുണ്ട്, വലിയ മികവുള്ളതാണ്. വലിയൊരു സംഭവമാണ്, ചരിത്രപരമായ ഒരു സംഭവമാണ്. അങ്ങ് തന്നെ ശരിയാവണ്ണം ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയുടെ നീതിന്യായ വ്യവഹാരത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഇത്രയേറെ ആളുകൾക്ക് ഒന്നിച്ച് വധശിക്ഷ കൊടുക്കുന്ന ഒരു സമ്പ്രദായം മുന്നേ കേട്ടുകേൾവിയില്ലാത്തതാണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്ന് വരെ ഒരു കേസിൽ 15 പ്രതികൾക്ക് ഒന്നിച്ച് വധശിക്ഷ, ആ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള മുഴുവൻ ആളുകൾക്കും വധശിക്ഷ കൊടുക്കുക എന്നൊരു സംഭവം ഉണ്ടായിട്ടില്ല. കാരണം നമ്മുടെ രാജ്യം അനുവർത്തിച്ചു വരുന്ന വധശിക്ഷയുമായി ബന്ധപ്പെട്ട ഒരു നയമുണ്ട്, റയറസ്റ്റ് ഓഫ് റയർ ഡോക്ട്രിൻ. അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള കുറ്റകൃത്യങ്ങളിൽ ഒഴിച്ചുകൂടാനാവാത്ത സാഹചര്യങ്ങളിൽ മാത്രം വധശിക്ഷ കൊടുക്കുക എന്നുള്ളതാണ്. എന്നാൽ ഈ കേസിൽ ഇത് റയറസ്റ്റ് ഓഫ് റയർ എന്ന് പറയുന്ന ക്വാളിഫിക്കേഷൻ എല്ലാ നിലയിലും പൂർത്തീകരിക്കുന്ന ഒരു കേസാണ്. ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രതി ഏതെങ്കിലും സാഹചര്യത്തിൽ ഒരു ഇളവ് അർഹിക്കുന്നില്ല, ദയ അർഹിക്കുന്നില്ല പ്രതികൾ എന്നായിരുന്നു പ്രതികളുടെ കുറ്റം സ്ഥാപിച്ചുകൊണ്ടുള്ള കഴിഞ്ഞ ദിവസം ഇപ്പൊ വിധിയാണ് ഇന്ന് വന്നത്. ഇതിനു മുമ്പ് 20-ാം തീയതി ഒരു കുറ്റവാളികളാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള വിധി ഉണ്ടായിരുന്നു. അന്ന് തന്നെ ബഹുമാനപ്പെട്ട കോടതി സൂചിപ്പിച്ചത് ഒരു നിലയ്ക്കും ദയവ് അർഹിക്കുന്ന ആളുകളല്ല ഈ പ്രതികളെന്ന്. കാരണം ഈ കൊലപാതകം എങ്ങനെയാണ് അരങ്ങേറുന്നതെന്ന് ആലോചിച്ചു. ഈ പ്രതികളിൽ ആർക്കെങ്കിലും ഈ കൊല്ലപ്പെട്ട അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസൻ എന്ന് പറയുന്ന ആളോട് ഏതെങ്കിലും നിലയിലുള്ള മുൻവൈരാഗ്യമോ മുൻ പരിചയമോ പോലും ഇല്ല. അദ്ദേഹത്തെ കൊലപ്പെടുത്തുന്നതിലേക്ക് നയിക്കുന്ന സാഹചര്യമല്ല, അദ്ദേഹത്തെ തെരഞ്ഞെടുക്കുന്നതിനുള്ള കാരണം എന്താണ്? ആലപ്പുഴയിൽ തുടർന്ന് വരുന്ന ഒരു കൊലപാതക പരമ്പരയുണ്ട്. അത് 2021 ഫെബ്രുവരി മാസത്തിൽ നന്ദുവിന്റെ കൊലപാതകത്തോടു കൂടി ആരംഭിക്കുന്നതാണ്. നന്ദുവിന്റെ കൊലപാതകം എന്ന് പറയുന്നത് യോഗി ആദിത്യനാഥ് കേരളം സന്ദർശിക്കുന്നതുമായി ബന്ധപ്പെട്ട് SDPI ബോധപൂർവ്വം സൃഷ്ടിച്ചിട്ടുള്ള പ്രകോപനം, അതുമായി ബന്ധപ്പെട്ട് വയലാറിൽ അഴിച്ചുവിട്ടുള്ള അക്രമം, അതുമായി ബന്ധപ്പെട്ട് RSS കാര്യകർത്താക്കളുടെ വീട് കയറിയിട്ടുള്ള ആക്രമണം, ഇതിന്റെ ഭാഗമായി പ്രതിരോധിക്കാൻ ശ്രമിച്ചിട്ടുള്ള RSS സംഘത്തെ 30ഓളം ആളുകളുടെ ആലപ്പുഴ ജില്ലയുടെ സമീപ പ്രദേശങ്ങളിൽ നിന്നൊക്കെ സംഘടിച്ചു വന്നിട്ടുള്ള SDPI ഭീകരർ വാള് വീശി ആക്രമിക്കുകയും നന്ദു എന്ന് പറയുന്ന ഒരു കുട്ടി അതിൽ മരിക്കുകയും 22 വയസ്സ് മാത്രമേ എന്ന് പറയുന്ന ഒരു കുട്ടി അതിൽ മരിക്കുകയും മറ്റൊരു കുട്ടിയുടെ വലതുകായി അറ്റുപോവുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു സംഭവം 2021 ഫെബ്രുവരിയിലുണ്ട്. ഇതിന്റെ ഒരു പ്രതികരണം, ഒരു തിരിച്ചടി എന്ന നിലയിൽ ഈ വിഷയവും ഇതിന്റെ ആസൂത്രണത്തിൽ പങ്കെടുത്തായി വിശ്വസിക്കപ്പെടുന്ന, ഇതിന്റെ ഗൂഢാലോചനയിൽ പങ്കെടുത്തായി വിശ്വസിക്കപ്പെടുന്ന SDPIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ഷാൻ എന്ന് കൊല്ലപ്പെടുക. എന്നാൽ ഈ ഷാൻ കൊല്ലപ്പെട്ട് 24 മണിക്കൂർ പൂർത്തിയാവുന്നതിന് മുൻപ്, അതായത് ഇദ്ദേഹത്തിന്റെ മരണാനന്തര കർമ്മങ്ങൾ പോലും പൂർത്തിയാകുന്നതിന് മുൻപ് അതേ മട്ടിൽ ഒരു തിരിച്ചടി കൊടുക്കാൻ ഉള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് രഞ്ജിത്ത് ശ്രീനിവാസനെ കൊല്ലുന്നത്. രഞ്ജിത്ത് ശ്രീനിവാസൻ എന്ന് പറയുന്ന വ്യക്തി അവിടെ സെലക്ട് ചെയ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഏതെങ്കിലും ഒരു BJP-കാരൻ, ഏതെങ്കിലും ഒരു RSS-കാരൻ, ഏതെങ്കിലും ഒരു ഹിന്ദുത്വ പ്രവർത്തകൻ കൊന്നാൽ മതി. സംസ്ഥാന നേതാവിന് പകരം സംസ്ഥാന നേതാവ്, സെക്രട്ടറിക്ക് പകരം സെക്രട്ടറി, ഈ പറയുന്ന ശവത്തിന് പകരം ചോരയ്ക്ക് പകരം ചോര എന്ന് പറയുന്ന ഈ മൃതദേഹങ്ങൾ കൊണ്ട് തൂക്കം ഒപ്പിക്കുന്ന വളരെ അപകടകരമായിട്ടുള്ള ഒരു കണക്കിലാണ് അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസൻ കൊല ചെയ്യപ്പെടുന്നത്. അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസൻ കൊല ചെയ്യപ്പെടുമ്പോഴാണ് നമ്മുടെ സംസ്ഥാനത്ത് നിലനിന്നിട്ട് വളരെ ഭീഷണമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യം. അതായത് ഒരു അടിയന്തര സാഹചര്യത്തിൽ പെട്ടെന്ന് കൊല്ലാവുന്ന ആളുകളുടെ ഒരു പട്ടിക തന്നെ ഇവർ തയ്യാറാക്കിയിരുന്നു, ഒരു ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കിയിരുന്നു. ഒരു കൊലപാതകം അടിയന്തരമായിട്ട് 24 മണിക്കൂറിനുള്ളിൽ നടത്തണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിൽ കൊല്ലേണ്ട ആളുകളുടെ ഒരു പ്രയോറിറ്റി ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് ഇതിൽ ഏറ്റവും എളുപ്പത്തിൽ കൊല്ലാൻ കഴിയുന്ന ഒരാളെ തെരഞ്ഞെടുത്ത് കൊല്ലുക എന്നുള്ള മോഡസ് ഓപ്പറാൻഡിയാണ് ഇവർ ഫോളോ ചെയ്തത്. ഇവർ തയ്യാറാക്കിയിട്ടുള്ള ആ പട്ടികയിൽ ഉൾപ്പെട്ടു പോയിരുന്നു എന്നതാണ് അഡ്വക്കേറ്റ് ശ്രീനിവാസന്റെ ആകെയുള്ള കുറ്റം. അതല്ലാതെ ഈ ഷാൻ വധവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും നിലയിൽ പങ്കാളിയായിട്ടുള്ള ആളല്ല അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസൻ. ആ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുക്കുകയോ ആ കൊലപാതകത്തിന്റെ ഗൂഢാലോചനയിലോ ആസൂത്രണത്തിലോ പങ്കെടുക്കുകയോ ആ കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസിൽ അപ്പിയർ ചെയ്യുകയോ അങ്ങനെ ഏതെങ്കിലും നിലയിൽ ഒരു ബന്ധം ആ കൊലപാതകവുമായിട്ടില്ല. തന്നെയുമല്ല, ഏതെങ്കിലും ക്രിമിനൽ കുറ്റവുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആളാണ് അദ്ദേഹം. ഒരു പെറ്റി കേസിൽ പോലും ഇന്നുവരെ പ്രതിയായിട്ടില്ലാത്ത ആളായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെ പറ്റി അദ്ദേഹത്തിന്റെ
അദ്ദേഹത്തിന്റെ ശത്രുക്കൾക്ക് പോലും യാതൊരു ആക്ഷേപവും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഒരു പ്രാക്ടീസിങ് ലോയർ ആയിരുന്നു. ആലപ്പുഴ കോടതിയിൽ സജീവമായി പ്രാക്ടീസ് നടത്തിയിരുന്ന ഒരു പ്രാക്ടീസിങ് ലോയർ ആയിരുന്നു. വളരെ സൗമ്യനായ, വളരെ ശാന്തശീലനായ, വളരെ സൗഹൃദത്തോടു കൂടി എല്ലാവരോടും ഇടപെട്ടിരുന്ന ഒരാളായിരുന്നു. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, അഡ്വക്കേറ്റ് രഞ്ജിത് ശ്രീനിവാസൻ കൊല ചെയ്യപ്പെട്ട അന്ന്, അതായത് 2021 ഡിസംബർ 19 ആണെങ്കിൽ ഡിസംബർ 20 ആലപ്പുഴ ജില്ലയിലുള്ള മുഴുവൻ കോടതികളിലെയും അഭിഭാഷകന്മാരെ കോടതി പ്രൊസീഡിങ്സ് അന്ന് ബഹിഷ്കരിച്ചു. അന്ന് കോടതി പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിന്നു അദ്ദേഹത്തിന്റെ കൊലപാതകത്തിലുള്ള പ്രതിഷേധമായിട്ട്. അത് രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിലല്ല ചെയ്യുന്നത്. സംഘപരിവാർ സംഘടനകൾ മാത്രമല്ല, അഭിഭാഷക പരിഷത്ത് മാത്രമല്ല, CPM-ന്റെയും CPI-യുടെയും കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും ഉൾപ്പെടെയുള്ള മുഴുവൻ അഭിഭാഷക സംഘടനകളും, അഡ്വക്കേറ്റ്സ് ഫ്രട്ടേണിറ്റി, ലോയർ കമ്മ്യൂണിറ്റി മുഴുവനായിട്ട് അദ്ദേഹത്തിന്റെ മരണത്തിൽ അനുശോചിച്ചുകൊണ്ട് അന്ന് കോടതി നടപടികളിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ്. അപ്പോ രാഷ്ട്രീയ എതിരാളികൾക്ക് പോലും സ്വീകാര്യനായ, പ്രിയങ്കരനായ, എല്ലാവരുമായി നല്ല ബന്ധം പുലർത്തിയ ഒരാളാണ്. ഏതെങ്കിലും രീതിയിൽ പ്രകോപനപരമായിട്ടുള്ള പ്രസംഗങ്ങൾ നടത്തുകയോ ഏതെങ്കിലും ആൾക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്തതായിട്ട് ആരോപിക്കപ്പെടുകയൊന്നുമില്ല. അദ്ദേഹം ഒരു ക്രിസ്ത്യൻ സമൂഹത്തിൽ നിന്നുള്ള ഒരു സ്ത്രീയാണ് അദ്ദേഹം വിവാഹം കഴിച്ചിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ രീതിയിൽ ഒരു മതവാദിയോ ആ രീതിയിലുള്ള ഏതെങ്കിലും നിലയിലുള്ള വർഗീയമായിട്ടുള്ള ആശയങ്ങൾ പിന്തുടരുന്ന ഒരാളോ ഇതൊന്നും ആയിരുന്നില്ലാത്ത ഒരാളെ അദ്ദേഹം BJP-കാരനാണ്, അദ്ദേഹം RSS അനുഭാവിയാണ്, അദ്ദേഹം ഈ പറയുന്ന സെക്രട്ടറി എന്ന് പറയുന്ന ഒരു പദവിയിൽ ഇരിക്കുന്ന ഒരാളാണ് എന്ന കാരണം കൊണ്ട് മാത്രം ഈ മൃതദേഹത്തിന് തൂക്കം ഒപ്പിക്കാൻ പറ്റുന്ന മറ്റൊരു മൃതദേഹമായി മാത്രം കണക്കാക്കിയത് കൊണ്ടാണ് ഈ പറയുന്ന അഡ്വക്കേറ്റ് രഞ്ജിത് ശ്രീനിവാസൻ കൊല ചെയ്യപ്പെടുന്നത്.